ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് വൈകിട്ട് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല നാടൻ പലഹാരം ഉണ്ടാക്കാം. 1/4 കപ്പ് പൊടിച്ച ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് പാത്രത്തിലേക്ക് ഇട്ട് ഇതിന്റെ കൂടെ 3 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്തിട്ട് ശർക്കര നമുക്ക് ഉരുക്കിയെടുക്കണം. ഈ ഒരു സ്നാക്സിലേക്ക് നമുക്ക് പഞ്ചസാര എടുക്കാം, അതുപോലെ ശർക്കര എടുക്കാം. ഞാനിപ്പോൾ ശർക്കരയാണ് എടുക്കുന്നത്. ശർക്കരയൊക്കെ ഉരുകിയ ശേഷം അരിച്ചിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. കുഴച്ചെടുക്കാൻ പാകത്തിന് കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് നമുക്ക് ഈ ഗോതമ്പ് പൊടി എടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂണിന്റെ പകുതി അളവ് പോലെ ഏലക്കാപ്പൊടി ചേർക്കണം. ഈ ഒരു അളവിന് തന്നെ ചതച്ചെടുത്ത നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ 1 നുള്ളു ഉപ്പ് ചേർക്കാം. ശർക്കര എടുത്തത് കൊണ്ട് ഉപ്പ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ പഞ്ചസാര ആണെങ്കിൽ ഉറപ്പായിട്ടും ഉപ്പ് ചേർക്കണേ. ഇനി എടുത്തിട്ടുള്ളത് 1/4 ടീസ്പൂണിന്റെ പകുതി അളവിന് ബേക്കിംഗ് സോഡയാണ്. ഏലക്കയും ജീരകമൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ കൂടുതൽ എടുക്കാം, പക്ഷെ ബേക്കിംഗ് സോഡ ഒന്നും കൂടുതലാവരുത് കേട്ടോ. അപ്പൊ ഒരു സ്പൂൺ കൊണ്ട് ആദ്യം ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വയ്ക്കണം. പൊടികളെ എല്ലാ ഭാഗത്തും ആവണം, അതുപോലെ ഉണ്ടാക്കുമ്പോൾ ഗോതമ്പ് സോഫ്റ്റ് ആവാനുമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് 2 മൈസൂർ പഴമാണ്. ഇതില്ലെങ്കിൽ കദളിപ്പഴമോ നേന്ത്രപ്പഴമോ വേണേലും എടുക്കാം. അപ്പൊ പഴം കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഞാൻ മുഴുവൻ ചേർത്തിട്ടില്ല, കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി പഴത്തിന്റെ മധുരമൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുഴക്കുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങയും ചേർക്കാം. എന്നിട്ട് നമുക്ക് ഈ കൂട്ട് അരച്ചെടുക്കണം. അപ്പൊ പഴമൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. പൊടി കുഴയ്ക്കാനായിട്ട് ഇത് മതിയാവില്ല. അപ്പൊ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതും ചേർക്കണം. 1/4 കപ്പ് വെള്ളം ചേർക്കാം. ഈ പൊടി കുറച്ച് സമയം നല്ലപോലെ കുഴച്ചെടുക്കണം. അമർത്തി കുഴക്കല്ല വേണ്ടത്, എയർ കയറുന്ന പോലെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം. അപ്പോഴാണ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇതിന്റെ ഉള്ളും സോഫ്റ്റ് ആവുള്ളൂ. ഈ കൂട്ട് അധികം തിക്കാവരുത്, ഈ ഒരു രീതിയിൽ കുഴച്ചു വെച്ചാൽ മതി. എന്നിട്ട് മൂടി വെച്ചിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് എടുത്താൽ മതി കേട്ടോ. ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ എയർ കയറുന്ന പോലെ കൈകൊണ്ട് അടിച്ചെടുക്കണം. എന്നിട്ട് കൈ നനച്ചിട്ട് അല്പം കയ്യിലെടുത്തിട്ട് സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. ചായക്കടയിലൊക്കെ കുറച്ച് വലുതായിട്ടാണ് ഉണ്ടാക്കുക, നമ്മൾ വീട്ടിൽ ചെയ്യുന്നതുകൊണ്ട് ഇതുപോലെയാണ് ഉണ്ടാക്കുന്നത്. മീഡിയം ചൂടുള്ള എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ആദ്യം കറക്റ്റ് ഷേപ്പ് ഉണ്ടാവില്ല, പിന്നെ ഫ്രൈ ആയിട്ട് ചെറിയ ബോൾ പോലെ ഉരുണ്ടു വരും കേട്ടോ. എണ്ണ എപ്പോഴും മീഡിയം ചൂടിലായിട്ട് തന്നെ ഫ്രൈ ചെയ്യണം, എന്നാലേ ഉള്ളൊക്കെ കറക്റ്റ് വേവുള്ളൂ. മുകളിൽ ചെറിയ ബ്രൗൺ ആവുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ പഴമുണ്ട അല്ലെങ്കിൽ കായപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പല നാട്ടിലും പല പേരുകളിൽ പറയാറുണ്ട്. നല്ല സ്വാദുള്ള പലഹാരമാണ്. അപ്പൊ വീട്ടിൽ ട്രൈ ചെയ്യണം. മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.